ഈ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ജനാരവം സാക്ഷ്യപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പാണെന്ന് പെരിന്തൽമണ്ണ മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം MLA പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കും ഇതിന്റെ തുടർച്ചയ്ക്കുമാണ് വോട്ട് ചോദിച്ചത്. ജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ബൂത്തുകളിൽ സന്ദർശനം നടത്തുന്നതിനിടെ മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു നജീബ് കാന്തപുരം MLA. നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പോളിംഗ് പെർസെൻറ്റേജ് ആണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഉടനീളം കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും UDFന്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം വളരെ ശക്തമായ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 75% പോളിംഗ് പല ബൂത്തുകളിലും കഴിഞ്ഞു. എനിക്ക് വളരെ നല്ല ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. രാവിലെ വോട്ട് ചെയ്ത് ഇവിടെ എത്തി നമ്മുടെ എല്ലാ ബൂത്തുകളിലേക്കും പോകാനുള്ള ശ്രമത്തിലാണ്. പിന്നെ ഞങ്ങളിപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ബൂത്തുകളിലൂടെയാണ് പര്യടനം നടക്കുന്നത്. ഞാനും നമ്മുടെ UDFന്റെ ചെയർമാൻ MM സക്കീർ സാഹിബും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച യാത്രയാണ്. എല്ലാ പഞ്ചായത്തുകളിലും കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ഇത് ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനാരവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രയേറെ ജനങ്ങൾ വെറുത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാത്രമല്ല, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ പോലും വളരെ ശക്തമായി UDFനെ പിന്തുണക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും. ഏതായാലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജനങ്ങളെ സ്വാധീനിച്ച വികസന മുന്നേറ്റമുണ്ടാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കാണ് വോട്ട് ചോദിച്ചതെന്നും ഈ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയാണ് വിജയിച്ചതെന്നും പെരിന്തൽമണ്ണയുടെ വികസന കുതിപ്പിന് LDF MLA ഉണ്ടാവണമെന്നും LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ പറഞ്ഞു. പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മണ്ഡലത്തിലെ ബൂത്തുകൾ സന്ദർശിക്കുന്നതിനിടെ മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു VP മുഹമ്മദ് ഹനീഫ. പെരിന്തൽമണ്ണയിൽ 2006 ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാൻ പോണ തെരഞ്ഞെടുപ്പാണ്. പെരിന്തൽമണ്ണയിൽ ഇടതുപക്ഷം വിജയിക്കുന്നത് പെരിന്തൽമണ്ണയിലെ വികസനത്തിന് പെരിന്തൽമണ്ണക്കാരാവും നന്നാവുക. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നത് പെരിന്തൽമണ്ണക്കാരാണ്. അതുകൊണ്ട് ജനം അങ്ങനെ തീരുമാനിക്കും. സ്വാഭാവികമായിട്ടും ഈ മണ്ഡലത്തിനകത്ത് എന്തിനാണ് ജനം UDFന് വോട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു. എന്തിനാണ് UDFന് വോട്ട് ചെയ്യുന്നത്? അതിന് 5 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞാണ് അവർ വോട്ട് ചോദിക്കുന്നത്? ഈ രണ്ടും അവരുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിന്നിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് ഈ ജനങ്ങളിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഞങ്ങൾ ആളുകളെ സമീപിച്ചത് കേരളത്തിലെ ഗവൺമെന്റിന്റെ തുടർച്ചക്കാണ്. എന്തിനാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ തുടർച്ച എന്ന് ജനത്തിന് നന്നായിട്ട് അറിയാം. 10 വർഷക്കാലം മുമ്പുള്ള ഒരു 5 വർഷക്കാലത്തെ ജനം അസസ് ചെയ്താൽ കേരളത്തിലെ ഈ 10 വർഷ ഗവൺമെന്റിന്റെ തുടർച്ചക്കാണ് അവരാക്കം കൂട്ടുക. 1. 2, ആ തുടർച്ചയോടൊപ്പം പെരിന്തൽമണ്ണയിൽ ഒരു വികസന കുതിപ്പുണ്ടാക്കണമെങ്കിൽ അതിന് ഇടതുപക്ഷത്തിന്റെ ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കുന്ന നല്ലത് എന്ന് 2006 മുതൽ 2011 വരെയുള്ള കാലയളവിലെ V. ശശികുമാർ MLAയുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലേക്ക് അവരുക. വികസനം ഒരു നയം, ഒരു കാഴ്ചപ്പാടുമാണ്. ഇടതുപക്ഷത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട് രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് ഗ്രാമപ്രദേശമാണെങ്കിലും നഗരപ്രദേശമാണെങ്കിലും ക്ഷേമകർമ്മ പദ്ധതികളാണെങ്കിലും ആ നയത്തെ പെരിന്തൽമണ്ണക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.